ഈ അൻവർ ഒരുപാട് ആരോപണങ്ങൾ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ പറഞ്ഞുകൊണ്ടാണ് രംഗത്തെത്തിയത്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു ആരോപണമായിരുന്നു എം.ആർ. അജിത് കുമാറിനെ സംബന്ധിച്ചുള്ളത്. അദ്ദേഹം വളരെ വലിയ പൈസ മുടക്കി കവടിയാറിൽ വീട് വെക്കുന്നു, കോടിക്കണക്കിന് രൂപ മുടക്കി. അങ്ങനെ ഈ അൻവർ ADGP എം.ആർ. അജിത് കുമാറുമായി ബന്ധപ്പെട്ടുള്ള നിരവധി അഴിമതി വിഷയങ്ങളൊക്കെ സൂചിപ്പിച്ചു. അതിനെ തുടർന്നാണ് അദ്ദേഹം രാജിവെക്കുന്നതും പിന്നീട് ഇലക്ഷൻ നടക്കുന്നതും ഒക്കെ. പിന്നെ അദ്ദേഹം മുഖ്യമന്ത്രിക്കെതിരെ നിരവധി ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടേയിരുന്നു. പക്ഷെ ഇതൊന്നും തെളിയിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. പക്ഷേ ഇലക്ഷന് വന്നിട്ട് സ്വതന്ത്രനായി മത്സരിക്കുകയും 20,000-ഓളം വോട്ട് നേടുകയൊക്കെ ചെയ്തു. ഇപ്പം മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ നിർദ്ദേശപ്രകാരം നിങ്ങൾ തമ്മിൽ, അതായത് അൻവറും ADGP എം.ആർ. അജിത് കുമാറും തമ്മിൽ കൂടിക്കാഴ്ച നടത്തുക, നിങ്ങളുടെ പ്രശ്നം നിങ്ങൾ തന്നെ പരിഹരിക്കുക എന്നൊരു നിർദ്ദേശം ലഭിച്ചതിനെ തുടർന്ന് രഹസ്യമായി ഇവരൊരു കൂടിക്കാഴ്ച നടത്തിയെന്ന് അറിയുന്നു. അത് അൻവർ സ്ഥിരീകരിച്ചിട്ടുണ്ട്. എന്താണ് സംഭവം? അതായത് ഈ കവടിയാറിന്റെ ഒരു വിവാദം ഉണ്ടായിരുന്നു. കവടിയാറിൽ ഇദ്ദേഹം ഒരു വീട് പണി കഴിപ്പിച്ചു. കവടിയാർ എന്ന് പറയുന്നത് നമുക്കറിയാം, തിരുവനന്തപുരത്ത് വളരെ പ്രീമിയം ഏരിയ ആണ്. അവിടെ ഒരു സ്ഥലം വാങ്ങിക്കുക എന്ന് പറഞ്ഞാൽ നമുക്കൊരു സാധാരണ ഒരു പോലീസ് ഉദ്യോഗസ്ഥന്, കേരള പോലീസിലെ ഒരു ഉദ്യോഗസ്ഥന് കഴിയുന്ന ഒരു കാര്യമല്ല. അപ്പോൾ അവിടെ ഒരു വീട്, അത് വലിയ എന്താ പറയുന്ന ഒരു വലിയ ഒരു മാളിക തന്നെയാണ് അവിടെ പണി കഴിപ്പിച്ചിരിക്കുന്നത്. അപ്പൊ അത്തരത്തിൽ ആ ഒരു വിവാദം അവിടെ ഉണ്ടായിരുന്നു. ഇദ്ദേഹത്തിന് ഇത് ക്രമക്കേട്, അതായത് സാമ്പത്തിക ക്രമക്കേട്, ഒരു അഴിമതി ഇദ്ദേഹം കാണിച്ചിട്ടുണ്ടെന്നുള്ള രീതിയിലുള്ള ആരോപണമായിരുന്നു അൻവർ അന്ന് ഉന്നയിച്ചിരുന്നത്. അപ്പൊ അതിനൊക്കെ അദ്ദേഹം മറുപടി ഇന്ന് പറഞ്ഞിരിക്കുകയാണ്. അത് പറഞ്ഞത് തന്റെ ഭാര്യാപിതാവ് നൽകിയ പണം കൊണ്ടാണ്, അല്ലെങ്കിൽ ക്ഷമിക്കണം, പണമല്ല, സ്ഥലത്തിലാണ് വീട് വെക്കുന്നത്. അതിന് മറ്റ് എന്തെങ്കിലും അഴിമതിയോ അല്ലെങ്കിൽ ബ്ലാക്ക് മണിയോ അതിലൊന്നും അങ്ങനത്തെ ഇല്ലീഗലായിട്ടുള്ള യാതൊരു സാമ്പത്തിക സോഴ്സസും അവിടെ ഇല്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. അത് മാത്രമല്ല, അദ്ദേഹം ഇപ്പോൾ അൻവറിനെതിരെ രൂക്ഷമായിട്ടുള്ള ഒരു രീതിയിലുള്ള വിമർശനം കൂടെ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതായത് അദ്ദേഹം പറയുന്നത് തനിക്കെതിരെ വന്ന കേസുകളെല്ലാം തന്നെ പോലീസിലെ ഒരു കൂട്ടവും പിന്നെ അൻവർ എന്ന് പറയുന്ന അദ്ദേഹം പറയുന്ന രാജ്യദ്രോഹ കുറ്റങ്ങൾ ചെയ്യുന്ന അൻവർ എടുത്തു പറയുന്നുണ്ട്. അതായത് രാജ്യവിരുദ്ധ പ്രവർത്തികളിൽ ഏർപ്പെടുന്ന ഒരാളാണ് അൻവർ എന്ന് അദ്ദേഹം വളരെ വ്യക്തമായ ഭാഷയിൽ എടുത്തു പറഞ്ഞുകൊണ്ട് രൂക്ഷ വിമർശനത്തോടെയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇവർ രണ്ടുപേരും കൂടെ ചേർന്നാണ് തനിക്കെതിരെയുള്ള ഇത്തരത്തിലുള്ള ഈ അമ്പുകൾ തൊടുക്കുന്നത്, ഒളി അമ്പുകൾ തൊടുക്കുന്നതെന്ന് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പൊ അദ്ദേഹം പറയുന്നത് ഈ വിജിലൻസ് ആന്റി കറപ്ഷന്റെ ഒരു ഇതുണ്ടായിരുന്നല്ലോ, അദ്ദേഹത്തിനെതിരെ ഒരു കേസ് ഉണ്ടായിരുന്നു. അപ്പൊ അതില് അദ്ദേഹത്തിന്റെ ക്ലീൻ ചിറ്റ് കിട്ടിയായിരുന്നു. ആ കേസിൽ അവർക്ക് വിജിലൻസ് അതിന്റെ അന്വേഷണത്തിൽ അദ്ദേഹത്തിന് ക്ലീൻ ചിറ്റ് കിട്ടുകയും ഇത് പിന്നീട് കോടതിയിലേക്ക് പോയപ്പോൾ ഇവരുടെ അന്വേഷണം, അതായത് പ്രാഥമികമായിട്ടുള്ള ഒരു റിക്വയർമെന്റ്സ് പോലും ഇല്ലാതെയാണ് ഇത് അന്വേഷണം നടന്നത്. അതായത് ഇതൊരു ഇദ്ദേഹത്തിന്റെ ക്ലീൻ ചിറ്റ്, അതായത് ഒരു നേരത്തെ തന്നെ മുൻകൂട്ടി ഇദ്ദേഹത്തിനെ നിരപരാധിയാക്കണം എന്നുള്ളൊരു ഉദ്ദേശത്തോടെ നടത്തിയ അന്വേഷണമാണെന്നുള്ള രീതിയിലൊക്കെ അത്തരത്തിൽ ഒരു വിമർശനം ഉണ്ടാവുകയും കോടതി പിന്നീടാണ് തുടരന്വേഷണത്തിൽ ഒരു ഇതിട്ടിരിക്കുന്നത്, ഒരു ഓർഡർ നൽകിയിരിക്കുന്നത്. എന്തായാലും ഇപ്പോ ഇവർ കണ്ടിരിക്കുന്നു എന്നാണ് പറയുന്നത്. അത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഒരു നിർദ്ദേശമുണ്ട്. നിങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ എന്താണെങ്കിലും നിങ്ങൾ തന്നെ തീർക്കുക എന്നുള്ളൊരു നിർദ്ദേശം CMO ചീഫ് മിനിസ്റ്ററിന്റെ ഓഫീസിൽ നിന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം ആണ് ഈ ഒരു കൂടിക്കാഴ്ച നടന്നു എന്നാണ് പറയപ്പെടുന്നത്. അപ്പൊ അതില് ഇദ്ദേഹം അൻവർ, മുൻ MLA ആയിട്ടുള്ള അൻവർ ഇത് സ്ഥിരീകരിക്കുന്നുണ്ട്. അതായത് ഈ മീറ്റിംഗ് നടന്നിട്ടുണ്ട്, ഈ യോഗം നടന്നിട്ടുണ്ട്. ഇത് നടന്നത് അൻവറിന്റെ വീട്ടിൽ വെച്ചാണ്. അത് എന്താണ്, അജിത് കുമാറിനോടൊപ്പം പോയത് തന്റെ ബാല്യകാല സുഹൃത്തായിരുന്നു. അപ്പൊ ഇവര് ഒരു പേഴ്സണൽ മീറ്റിംഗ്, ഒരു പ്രൈവറ്റ് മീറ്റിംഗ് ആയിരുന്നു ഇത്, ഒരു സ്വകാര്യ മീറ്റിംഗ് ആയിരുന്നു. അപ്പൊ ഇതിനകത്ത് ഇദ്ദേഹം പറയുന്നു, അൻവർ ഒരു പരാതി നൽകിയിട്ടുണ്ടായിരുന്നു. അതായത് പോലീസിലെ ഈ സന്ദേശങ്ങളൊക്കെ പുറത്ത് ലീക്ക് ആവുന്നുണ്ട്, പോലീസിനകത്തുള്ള ഇൻഫർമേഷൻ അതൊക്കെ പുറത്ത് ലീക്ക് ആവുന്നു. അപ്പൊ ഇതിനെതിരെ ഒരു പരാതി നൽകിയിട്ടുണ്ട്. അതിന് പിന്നാലെയാണ് ഈ മീറ്റിംഗ് നടന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ അദ്ദേഹം ചീഫ് മിനിസ്റ്ററിന് മുഖ്യമന്ത്രിക്ക് ADGP അജിത് കുമാർ അത്തരത്തിലൊരു പരാതി ലോഡ്ജ് ചെയ്തിട്ടുണ്ട് എന്ന് അദ്ദേഹം പറയുന്നു. അതുമായിട്ടുള്ള അന്വേഷണം തുടരും എന്ന് അദ്ദേഹം പറഞ്ഞു. പക്ഷെ പിന്നീട് അൻവർ പറയുന്നു താൻ ചതിക്കപ്പെടുകയായിരുന്നു എന്ന് പിന്നീടാണ് മനസ്സിലായത്. അജിത് കുമാർ കള്ളം പറയുകയായിരുന്നു, അങ്ങനെ ഒരു അന്വേഷണം ഒന്നും നിലവിലില്ലായിരുന്നു എന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. നമുക്കറിയാം അൻവർ ഇവിടെ ഉന്നയിച്ചിരിക്കുന്ന ആരോപണം എന്ന് പറയുന്നത്, അജിത് കുമാറിനെതിരെ ഉന്നയിച്ചിരിക്കുന്ന ആരോപണങ്ങൾ നമുക്കറിയാം. തൃശ്ശൂർ പൂരം കലക്കൽ വിവാദം തേഞ്ഞല്ലോ, കോടതി തേഞ്ഞ് ഇരിക്കുകയാണ്. ഇനിയിപ്പോ DGP ആവാൻ പറ്റില്ല.
അത് മാത്രമല്ല അദ്ദേഹം ഈ വ്യക്തമായി പേരെടുത്ത് പറയാതെ പറഞ്ഞ കാര്യമുണ്ടായിരുന്നു CPM RSS കോക്കസ് എന്ന് പറയുന്നത്. അതിൽ ചില IPS IAS ഉദ്യോഗസ്ഥരാണ് ഈ കോക്കസിലുള്ളത്. അതിൽ ഈ പറഞ്ഞ പേരിൽ അജിത് കുമാർ ഉണ്ട്. അതായത് മുഖ്യമന്ത്രിയുടെ മകളുടെ കാര്യം ഇദ്ദേഹം ഇൻഡയറക്റ്റ് ആയിട്ട് പറയുന്നുണ്ട്. അതായത് മുഖ്യമന്ത്രിക്ക് ഇത് ചെയ്തു കൊടുക്കേണ്ടി വരുന്നതാണ്, മറ്റു മാർഗങ്ങളില്ല. അപ്പോ ഒരു RSSന്റെ ഒരു നിയന്ത്രണത്തിൽ ഒരു പരിധിയിലാക്കാൻ വേണ്ടി കേന്ദ്ര സർക്കാർ ഇത്തരത്തിലുള്ള ഉദ്യോഗസ്ഥരെയാണ് അവിടെ നിയമിക്കുന്നത്. അതായത് ഈ ഒരു കോക്കസ് ഉണ്ട്, IAS IPS ഉദ്യോഗസ്ഥർ, ഇതുവഴി കേരള സർക്കാരിനെ നിയന്ത്രിക്കുന്നുണ്ട് എന്നുള്ളൊരു ആരോപണം ഉണ്ടായിരുന്നു. അപ്പൊ അതിൽ ഏറ്റവും മുൻപ് നമുക്കറിയാം ഈ ആരോപണങ്ങൾ മുൻപ് കേട്ടിട്ടുണ്ടായിരുന്നത്. ഒരുപാട് ജേക്കബ് തോമസ് ഉണ്ടായിരുന്നു, അതിനുശേഷം സെൻകുമാർ, ഈ വരുന്നവരെല്ലാം തന്നെ സംഘിപ്പട്ടം ഇവർക്ക് കിട്ടുന്നത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പൊ അതിൽ ഏറ്റവും ഒടുവിൽ സംഘിപ്പട്ടം അജിത് കുമാറിനാണ് കിട്ടിയിരിക്കുന്നത്. പക്ഷെ ഇവിടെ ഒരു വ്യത്യാസം എന്തെന്ന് പറഞ്ഞാൽ ഇദ്ദേഹം ഏറ്റവും കൂടുതൽ ഈ വിജിലൻസ് കേസുകൾ കൂടെ നേരിട്ട ഒരു ഉദ്യോഗസ്ഥനാണ്. അങ്ങനെ സെൻകുമാറിനോ അല്ലെങ്കിൽ ഈ ജേക്കബ് തോമസിനോ അങ്ങനെ ഇല്ലായിരുന്നു. അപ്പൊ ഇത് എന്തുകൊണ്ടായിരിക്കാം എന്നുള്ളൊരു ഇത് വരുന്നുണ്ട്. ഇപ്പൊ ഈ സ്വർണ്ണക്കടത്ത് കേസിലും ഇദ്ദേഹം ആരോപണങ്ങൾ നേരിട്ടിരുന്നു. ഇപ്പൊ അതിനുശേഷം അതായത് നമ്മൾ നിരീക്ഷിക്കുകയാണെങ്കിൽ ഇദ്ദേഹത്തിനെതിരെ ഒരു ഓർഗനൈസ്ഡ് ആയിട്ടുള്ള അറ്റാക്ക് നടക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ശബരിമല വിവാദ കേസ് ഇങ്ങനെ അദ്ദേഹം എന്ത് ചെയ്യുന്നതാണെങ്കിലും അതിന് പിന്നാലെ ഒരു ആസൂത്രിതമായിട്ട് അദ്ദേഹത്തിന് തെരഞ്ഞുപിടിച്ച് ആക്രമിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ഇദ്ദേഹം പറയുന്ന ഇവിടെയാണ് ഈ ചോദ്യം വരുന്നത്. അൻവർ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏൽക്കുന്നുള്ളത്. നമുക്കറിയാം പോപ്പുലർ ഫ്രണ്ടിന്റെ ഹിറ്റ് ലിസ്റ്റ് ഒക്കെ NIA പുറത്തുവിട്ടത്. അപ്പൊ അത്തരത്തിൽ ഒരു പ്രവർത്തനങ്ങളിൽ അൻവർ ഏർപ്പെടുന്നുണ്ട് എന്നുള്ള ഒരു സൂചന കൂടി ഇദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ പറഞ്ഞതുപോലെ ഈ അൻവറുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളിൽ പലപ്പോഴും ഈ സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട് ആ സമയത്ത് പല രഹസ്യങ്ങളും ഈ ADGP MR അജിത് കുമാറിന് അറിയാമായിരുന്നു. അന്ന് അൻവറും ഇവർക്കൊപ്പം നിൽക്കുകയായിരുന്നു. ഇവരൊരു ഈക്വൽ ബിസിനസ് പോലെയായിരുന്നു അത് നടത്തിക്കൊണ്ടിരുന്നത്. പിന്നീടാണ് ഈ ശശി കയറി വരുന്നത്. ശശി വന്നതോടുകൂടി അൻവറിനെ പതുക്കെ ചവിട്ടി. ശശി പറഞ്ഞ അൻവർ അവൻ പൊക്കോട്ടെ, നമുക്ക് ഡീൽ ചെയ്യാം എന്ന രീതിയിൽ വന്നപ്പോഴാണ് അൻവർ കലിപ്പ് തുടങ്ങുന്നത്. അപ്പൊ മുഖ്യമന്ത്രിക്ക് ശശിയും തള്ളിപ്പറയാൻ കഴിയാത്ത സാഹചര്യമാണ്. അപ്പം ശശി പല കാര്യങ്ങളിലും കൂടെ നിർത്തേണ്ടതുണ്ട്. അപ്പൊ അങ്ങനെ വന്നപ്പോഴാണ് ഈ ഒരു കോക്കസ് പിരിയുന്നത്. അതിനുശേഷമാണ് അൻവർ കലിപ്പാവുന്നതും അൻവർ പിന്നീട് വന്ന് മുഖ്യമന്ത്രിക്കെതിരെയും MR അജിത് കുമാറിനെതിരെ ആരോപണങ്ങളൊക്കെ ഉന്നയിക്കുകയും ചെയ്തത്. പക്ഷേ MR അജിത് കുമാറിന് പല രഹസ്യങ്ങളും അറിയാം സർക്കാരിന്റെ. അതുകൊണ്ടാണ് പിണറായി വിജയൻ MR അജിത് കുമാറിനെ വിട്ടൊരു കളിയും കളിക്കാൻ പറ്റാത്തത്. അതുകൊണ്ടാണ് ഈ പൂരം കലക്കലുമായി ബന്ധപ്പെട്ട് അയാൾ അവിടെ കിടന്ന് ഉറങ്ങുകയായിരുന്നു രാത്രി. പൂരത്തിന് ഒരു ഉത്തരവാദിത്തപ്പെട്ട ഒരു ഉദ്യോഗസ്ഥനെ അവിടെ വിട്ടപ്പോൾ പൂരം പ്രശ്നമായപ്പം ഇയാളെ വിളിച്ചപ്പോൾ ഫോൺ എടുത്തില്ല. പിറ്റേന്ന് രാവിലെ വിളിച്ചപ്പോൾ പറയാം ഞാൻ ഉറങ്ങുമായിരുന്നു. അപ്പൊ ഉറങ്ങാനാണെങ്കിൽ പിന്നെ ഇയാളെ അങ്ങോട്ട് വിടേണ്ട കാര്യമില്ലായിരുന്നല്ലോ. അപ്പൊ എന്നിട്ട് അതിന് ക്ലീൻ ചിറ്റ് കൊടുക്കാനാണ് മുഖ്യമന്ത്രി ശ്രമിച്ചത്. പക്ഷെ അത് കോടതി പോയപ്പോഴേ തേഞ്ഞു പോയി, പാളി. അപ്പൊ ഇനിയിപ്പം DGP ആക്കാനൊരു ശ്രമം നടത്തുന്നു. കാരണം ഇത് പല രഹസ്യങ്ങളും മകളുമായി ബന്ധപ്പെട്ടുള്ള പല രഹസ്യങ്ങളും ഇയാൾക്ക് അറിയാം. അതുകൊണ്ട് ഇയാളെ പിണക്കിയാൽ പണി കിട്ടുമെന്ന് മുഖ്യമന്ത്രിക്ക് നന്നായി അറിയാവുന്നതുകൊണ്ടാണ് ഇയാളെ തഴുകി വിടുന്നത്. പക്ഷേ ഇപ്പോൾ ഇത് കോടതിയെല്ലാം തള്ളിയ സ്ഥിതിക്ക് ഇനിയിപ്പോൾ 3 വർഷത്തിൽ കൂടുതൽ കാലാവധി MR അജിത് കുമാറിനുണ്ട്. സ്വാഭാവികമായും അവസാനത്തെ 1 വർഷമെങ്കിലും DGP ആയി ഇരുത്താമെന്നാണ് പ്രതീക്ഷ. ഇപ്പൊ റവാഡ ചന്ദ്രശേഖർ 1 വർഷം കഴിയുമ്പോൾ റിട്ടയർ ആവും. ആ സമയത്തെങ്കിലും കൊണ്ടുവരാമെന്നാണ് വിചാരിച്ചത്. പക്ഷെ ആ മോഹങ്ങൾ ഇനി പൂവണിയില്ല. അപ്പൊ അതിന്റെ കലിപ്പ് MR അജിത് കുമാറിനുണ്ട്. കലിപ്പാണെങ്കിലും MR അജിത് കുമാറിന് മുഖ്യമന്ത്രിയൊന്നും ചെയ്യാൻ പറ്റത്തില്ല. കാരണം ചെയ്യാവുന്നതിന്റെ പരമാവധി അദ്ദേഹം ചെയ്തു. ചില ഡോക്ടർമാര് ഈ രോഗിയെ വെന്റിലേറ്റർ കയറ്റി അവസാന ഘട്ടം വരെ നോക്കും. പക്ഷെ പിന്നെ രക്ഷയില്ലാതായ പിന്നെ മോർച്ചറിയിലേക്ക് വിടുക എന്നുള്ളത്. അതേപോലെയാണ് മുഖ്യമന്ത്രി ചെയ്തത്. പക്ഷെ നടന്നില്ല. അവസാന ശ്രമം പോലും നടത്തി നോക്കി. ഏതായാലും ഇനിയിപ്പോൾ ഈ പറഞ്ഞതുപോലെ അൻവർ ഇവർ തമ്മിൽ കൂടിക്കാഴ്ച നടത്തി. ഇനി അൻവർ എന്ത് വെടിപൊട്ടിക്കുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം.